എൻ്റെ പേര് ജോൺസൺ എന്നാണ്. അപ്പോൾ നിലവിൽ തീരപ്രദേശത്തിൻ്റെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. പ്രധാന ജോലി എന്ന് പറയുന്നത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മീനുകൾ വിൽക്കുവാനും വാങ്ങിക്കുന്നതിൻ്റെ കണക്കുകളൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കുക, അവർക്ക് അതിൻ്റെ പൈസയൊക്കെ പിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജോലി. ഏകദേശം ഒരു 7-8 വർഷമായി ഈ മേഖലയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പിലൊക്കെ ഈ കടപ്പുറത്തെന്ന് പറയുമ്പോൾ വെറൈറ്റി മത്സ്യങ്ങളൊക്കെ നേരത്തെ ശരിക്കും കിട്ടുമായിരുന്നു. അതായത് ഈ വാളമീൻ, ഈ വലിയ ചാള, അതുപോലെ തന്നെ കൊഞ്ച്, പിന്നെ കണവ, പിന്നെ നൊത്തുലി മീൻ, ഇതൊക്കെ, പിന്നെ അയക്കൂറ പ്രത്യേകിച്ച്, ഇതൊക്കെ ധാരാളം കിട്ടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഓരോ മത്സ്യത്തിൻ്റെയും വരവ് അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ചൂര, അയില, ഈ കൊഴിയാള എന്ന് പറയുന്ന ഈ മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരമായി ലഭിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ മത്സ്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പിൽ, ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പിലൊക്കെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ മീൻ കഴിക്കുവാനും, അന്നൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി അന്നത്തെ ജനറേഷൻ അങ്ങനെ കണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു, വലിയ അസുഖങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ. എന്നാൽ കാലക്രമേണ അധികം നമ്മൾ ഈ വേസ്റ്റുകൾ, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കടലിൽ വലിച്ചെറിയുന്ന ഒരു ശീലം പണ്ടേ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നല്ല മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞു. നമ്മുടെ പ്ലാസ്റ്റിക് നമ്മൾ കടലിൽ വലിച്ചെറിയുന്നതിൻ്റെ കാരണമായിട്ട് മത്സ്യങ്ങൾ നമ്മളിൽ നിന്നും അകന്ന് ആഴക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മനുഷ്യന്മാർ തന്നെ മത്സ്യങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മത്സ്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്ന് ആഴക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് കാരണം നമ്മുടെ തീരപ്രദേശത്ത് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പിന്നെ മത്സ്യസമ്പത്ത് അധികം കിട്ടിയാൽ മാത്രമേ നമുക്കും വരുമാന മാർഗം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിത നിലവാരങ്ങൾക്ക് നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ മത്സ്യങ്ങൾ അധികം തുടങ്ങാതെ വന്നപ്പോഴാണ് നമ്മുടെ ഈ ഭാഗത്തിൽ നിന്നും അധികം മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന യാനങ്ങൾ വിറ്റുകൊണ്ട് അവർ ഗൾഫ് പോലത്തെ രാജ്യങ്ങളിൽ ചെക്കേറുവാൻ വേണ്ടി അവർ നിർബന്ധിതരാവുകയും അങ്ങനെ അവിടെ ചെന്ന് ആ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് തുച്ഛമായ വരുമാനത്തിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെയുള്ള കുടുംബത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിത സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് അവർ നീങ്ങിയത്. എന്നാൽ ഇപ്പോൾ അവിടെയും വളരെയധികം കാലാവസ്ഥ പ്രതികൂലം, അതുപോലെ തന്നെ ജോലിയില്ലായ്മ, ജോലി ചെയ്താലും കറക്റ്റായിട്ട് വരുമാനം കിട്ടാത്തൊരു സാഹചര്യം, ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം. അങ്ങനെ അവിടെയും വരുമാനം ഇല്ലാതായപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തി. നാട്ടിൽ വീണ്ടും ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ആ മത്സ്യബന്ധന ജോലിയിൽ തന്നെ അവർ വീണ്ടും ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോഴും മത്സ്യം പിടിക്കുന്ന ജോലിയിലേക്ക് തന്നെ അവർ പൂർണ്ണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടേക്ക് മത്സ്യം പഴയതുപോലെ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതിന് മെയിൻ കാരണമായി കാണുന്നത് കാലാവസ്ഥ വ്യതിയാനം, അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദം, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ ഭാഗമായി മത്സ്യം ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. അഥവാ കിട്ടുന്ന മത്സ്യത്തിൽ തന്നെ നാം കറി വയ്ക്കാനായിട്ട് ആ മത്സ്യം കീറി മുറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ, നാം വലിച്ചെറിയുന്ന മാരകമായിട്ടുള്ള പല ഉദാഹരണം പല റബ്ബറിൻ്റെയും അതുപോലെ തന്നെ ചെറിയ പ്ലാസ്റ്റിക്കുകളുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ വീട്ടിൽ വേവിക്കുവാൻ കൊണ്ടുവരുന്ന മത്സ്യത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് നമ്മുടെ വീട്ടമ്മമാർ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പ്രതികൂല സാഹചര്യത്തിലും മത്സ്യത്തൊഴിലാളികൾ ജീവിതം വളരെയധികം കഷ്ടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സാറ് ചോദിച്ചത് വലിയൊരു അടിസ്ഥാന പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ അപേക്ഷിച്ചിടത്തോളം ഈ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഓരോ സമയത്തും മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങുക.
അപ്പോൾ നമ്മുടെ 2017-18 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഓഖി ദുരന്തമുണ്ടായത്. അത് കൃത്യമായി നമുക്കൊരു മുന്നറിയിപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തായിരുന്നാലും ശരി, സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തായിരുന്നാലും ശരി, മത്സ്യത്തൊഴിലാളികൾക്ക് സമയബന്ധിതമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ തീരമേഖലയിലെ ഏകദേശം ഒരു 150-ന്റെ അകത്ത് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം തുടർന്നുണ്ടാകുന്ന ന്യൂനമർദ്ദം, അത് ആ ഓഖി ദുരന്തത്തിന് ശേഷം ഒരു ചെറിയൊരു ന്യൂനമർദ്ദം ഉണ്ടായാൽ പോലും ഗവൺമെന്റ് സമയബന്ധിതമായി മത്സ്യത്തൊഴിലാളികളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ആ അറിയിപ്പ് കിട്ടിയതിനു ശേഷം ഒരിക്കലും നമുക്ക് മത്സ്യബന്ധനത്തിന് ഇറങ്ങുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഗവൺമെന്റ് ജോലി അറിയിക്കുക, അത് കൃത്യമായി അറിയിക്കുക. ആ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം നാം കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ദുരന്തം പൂർണ്ണമായും അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതിന് ഭയന്നുകൊണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഒരിക്കലും തന്നെ കടലിൽ ഇറങ്ങാറില്ല. അതുമാത്രമല്ല, ആദ്യം ഉണ്ടായിരുന്നത് പോലെ അല്ല, ഇപ്പോൾ അതിനേക്കാളും അധികമായി ന്യൂനമർദ്ദം കടൽ രൂപപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനം തന്നെ സംഭവിച്ചുകൊണ്ട് വേനൽ സമയത്തായിരുന്നാലും ശരി, മഴക്കാലത്തായിരുന്നാലും ശരി, അധിക മഴ ലഭിക്കുന്നുണ്ട്. ഈ ചൂടിന്റെ കാലാവസ്ഥയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ സ്ഥിരമായിട്ട് എത്ര മഴ ലഭിച്ചിരുന്നാലും എപ്പോഴും നമ്മുടെ ഈ അന്തരീക്ഷം ചൂട് തന്നെയാണ്. ഒരു തണുത്ത കാലാവസ്ഥയ്ക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ്. എത്ര മഴ ലഭിച്ചിരുന്നാലും ചൂടിന് ഒരു ശമനവും നമ്മുടെ ഭൂമിയിലില്ല. അപ്പം ടോട്ടലി ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു. അത് കാരണം നമുക്ക് വർഷത്തിൽ ഏകദേശം ഒരു പകുതി മാസമെങ്കിലും നമുക്ക് മത്സ്യബന്ധനത്തിൽ ന്യൂനമർദ്ദം കാരണം മത്സ്യബന്ധനത്തിൽ നമുക്ക് ഏർപ്പെടുവാൻ സാധിക്കുന്നില്ല. അത് കാരണം നമ്മുടെ ദാരിദ്ര്യം അതികഠിനമായി കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ കടലിൽ ചെല്ലുന്നില്ല, മാറി നിൽക്കുന്നു. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുമാന മാർഗം ഇല്ലാതാകുന്നു. അതിലൂടെ നമ്മുടെ ദാരിദ്ര്യം അധികമായിട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കടലോര പ്രദേശത്തിലെ ജനങ്ങൾ ജീവിതം തന്നെ മുമ്പോട്ട് തള്ളി നീക്കുന്നത്. ഒന്നും ബാക്കി പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ കരയ്ക്ക് കൊണ്ടുവരുന്ന മീനുകൾക്ക് പഴയ രീതിക്കുള്ള വില കിട്ടുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മത്സ്യത്തൊഴിലാളി കാണുന്നുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഇറങ്ങുമ്പോൾ അധിക ചെലവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മത്സ്യബന്ധനത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഡബിൾ ചെലവാണ്. ആദ്യം ഒരു 50,000 രൂപയാണ് ഒരാഴ്ച മത്സ്യബന്ധനത്തിന് കടലിൽ കിടക്കുമ്പോൾ ചെലവാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 1,00,000-ത്തിലധികം ചെലവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെലവധികമാണ്. മത്സ്യബന്ധനമല്ല, പിന്നെ പോയിട്ട് വീണ്ടും നഷ്ടം വരുന്ന രീതിക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടപ്പുറ പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. പിന്നെ നമ്മുടെ സർക്കാർ അപേക്ഷണത്തോളം മത്സ്യത്തൊഴിലാളിക്ക് അറിയിക്കേണ്ട അറിയിപ്പുകൾ കറക്റ്റായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ അറിയിക്കുന്നുണ്ട്. പഞ്ഞമാസങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പിൽ ഉള്ള സർക്കാർ നമ്മളെ സംരക്ഷിച്ചതിന് അധികമായിട്ട് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മത്സ്യലഭ്യത കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വരുമാനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നേരത്തുള്ള കാലങ്ങളിലാകുമ്പോഴും മത്സ്യം അധികം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് ആ മേഖലയുമായി നിൽക്കുന്ന എല്ലാ ആൾക്കാരും സുലഭമായി സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയിരുന്നു. പക്ഷെ ഇപ്പോൾ മത്സ്യലഭ്യത കുറഞ്ഞത് കാരണം നമുക്കെല്ലാം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. ലേലം ചെയ്യുന്ന വ്യക്തികളായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത സംഘങ്ങളായിരുന്നാലും ശരി, അതുപോലെ തന്നെ മത്സ്യം വാങ്ങിച്ച് കച്ചവടം ചെയ്യാൻ പോകുന്ന സ്ത്രീകളായിരുന്നാലും ശരി, എല്ലാവർക്കും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം അന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു
പക്ഷെ അതിലേക്ക് വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് നല്ല രീതിക്കുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്തായിട്ടാണ് നമുക്കിപ്പോൾ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ടീമിന് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരാണ് അത് രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. അവർ വന്നതിന് ശേഷം ഈ വലിച്ചെറിയൽ ഏകദേശം ഒരു 90% നമുക്ക് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് ജനങ്ങളെല്ലാവരും ബോധവാന്മാരായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാലഘട്ടത്തിലാകുമ്പോൾ ക്യാൻസർ പോലത്തെ മാരകമായിട്ടുള്ള രോഗങ്ങൾ ആദ്യകാലങ്ങളിൽ അധികമില്ലായിരുന്നെങ്കിലും ഒരു ഇടക്കാലങ്ങളിൽ അധികം അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കുറഞ്ഞ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്നൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു, നമ്മൾ കത്തിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കത്തിച്ച് അതിൻ്റെ ശ്വാസം നമ്മുടെ ഉള്ളിൽ പോയി വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മളിൽ നിന്ന് പുറലോകത്തേക്ക് വരുന്നത്, ഈ രോഗമായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഒത്തിരി ആ ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർ അനുഭവിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് വലിച്ചെറിയൽ, കത്തിക്കൽ ഇതൊക്കെ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മാറ്റം വരും എന്നാണ് ഇനി അടുത്ത ജനറേഷനിലെങ്കിലും ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കെങ്കിലും ഈ മാരകമായിട്ടുള്ള ഈ രോഗത്തിൽ നിന്ന് കുറച്ചുകൂടി മുക്തി നേടാനാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഞാൻ അധികം പോയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്നാകുമ്പോഴേ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു മത്സ്യം എന്ന് പറയുമ്പോഴേ ഈ വാളമീൻ എന്ന് പറയുന്ന ഒരു മത്സ്യം ഉണ്ടായിരുന്നു, അല്പം കൂടെ നീളത്തിൽ കാണുന്ന ഒരു വാളമീൻ. പിന്നെ കൊഞ്ച്, കണവ, പിന്നെ മത്തി, ഇതിനോടൊപ്പം തന്നെ അയല, ഐക്കൂറ, ചൂറമീൻ എല്ലാം അന്ന് ലഭിക്കുമായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ ചാള, മത്തി, അതുപോലെ തന്നെ അതൊക്കെ അധികം വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാണ്. അത് ഈ കൊഞ്ച്, ഇത് ഇപ്പോൾ എന്താ പറയുക, 99% അത്തരത്തിലുള്ള മീനുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. പിന്നെ സുലഭമായിട്ട് ലഭിക്കുന്ന ഈ ഐക്കൂറല്ല, ഈ അയലമീൻ, ഈ കൊഴിയാള എന്ന് പറയുന്ന മീനുകൾ മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ലഭിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന് അതിന് സുലഭമായിട്ട് ജീവിക്കുവാനുള്ള ഒരു കാലാവസ്ഥ അന്തരീക്ഷമല്ല നമ്മുടെ ഇപ്പോഴുള്ള തീരക്കടലുകൾ കണ്ടുവരുന്നത്. ഈ മത്സ്യം എപ്പോഴും കരയ്ക്ക്, നമ്മൾ കേട്ടിട്ടുള്ളത്, കരയ്ക്ക് വരുന്നത് അതിന് സുലഭമായിട്ട് അവിടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യക്കുഞ്ഞുങ്ങളായിരുന്നാലും ശരി, വലിയ മത്സ്യങ്ങളായിരുന്നാലും ശരി, കരഭാഗങ്ങളിലേക്ക് അടുത്ത് വരുത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ കടലിന്റെ ഭാഗങ്ങളിൽ സുലഭമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അതിന് കടലിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അതാണ് നേരത്തെ നമ്മൾ സൂചി കാണിച്ചതുപോലെ നമ്മുടെ വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് അകന്ന് അങ്ങോട്ട് പോകുന്നത്. പിന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് രണ്ടും കാരണമാണ് ഇത് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പൊഴിയുന്ന പ്രദേശത്ത് അങ്ങനെ ഒരു മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് കടലിൽ നിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മത്സ്യം പിടിക്കാൻ പറ്റില്ല. അതിന് ഒഴുക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ പാറെന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് മത്സ്യക്കുഞ്ഞുങ്ങൾ കൂട്ടമായിട്ട് വന്ന് ഒരു ഭാഗത്ത് കെട്ടി നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഈ കൃത്രിമമായിട്ടുള്ള പാറ് കടലിൻ്റെ അകത്ത് നിർമ്മിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മളെ മത്സ്യഭവനുമായി ബന്ധപ്പെട്ട് നേരത്തേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങളിൽ കിട്ടുന്ന മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് ഓരോന്നിനും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായിരുന്നാലും ശരി, ജീവിജാലങ്ങളായിരുന്നാലും ശരി അവിടെ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ പണ്ട് വന്നുകൊണ്ടിരുന്ന മത്സ്യങ്ങളെല്ലാം ഇന്ന് ആഴക്കടലിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ആ മത്സ്യങ്ങൾക്ക് സുലഭമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കടലിൻ്റെ അകത്ത് ഇല്ല. അത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് പോലത്തെ, റബ്ബർ പോലത്തെ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് അത് അടിഞ്ഞുകൂടി മത്സ്യങ്ങൾ അതിന് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് അത് നീങ്ങി പോകുന്നു എന്നാണ് നമ്മുടെ പഠന റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും എല്ലാവരും പറയുന്നത്. പിന്നെ മത്സ്യസമ്പത്ത് അധികം കുറയുവാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചില ഉപകരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ
ഇപ്പോൾ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. അതായത് വീശ് വല എന്ന് പറയും. അപ്പോൾ ആ വീശ് വല എന്ന് പറയുമ്പോൾ ഇത് ആഴക്കടലിൽ ഈ വീശ് വല ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ ഇത് നേരെ ചെന്ന് കടലിന്റെ അകത്താണ് മണ്ണുമായിട്ടാണ് ഇത് ബന്ധിക്കുന്നത്. ബന്ധിച്ച് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മത്സ്യക്കുഞ്ഞു പോലും പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വല ആ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാത്തിനെയും പിടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അവർ ബോട്ടിൽ നിന്നുകൊണ്ടാണ് ഇത് വലിച്ച് കര കയറ്റുന്നത്. കയറ്റിയതിന് ശേഷം ആവശ്യമുള്ള മത്സ്യങ്ങളെ ഇവർ ബോട്ടിലാക്കും. ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ പിന്നെ അതിന് ജീവൻ നഷ്ടപ്പെട്ട് വീണ്ടും കടലിൽ തന്നെ എറിയും. ആ ഒരു സാഹചര്യം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് തന്നെ സൃഷ്ടിക്കുന്നത് കൊണ്ട് എന്താ പറയുക, മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭ്യത വീണ്ടും കുറഞ്ഞു പോകുന്നു. അതും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപാകതയായിട്ടാണ് ഞാൻ കാണുന്നത്. മത്സ്യം വരാത്തതിൻ്റെ ചില കാരണങ്ങൾ അതൊക്കെ കൂടിയാണ്. ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതിന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ കാണുന്നതിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്ത് കടപ്പുറം ഉണ്ടായിരുന്നു. 500 മീറ്റർ അപ്പുറത്തും കടപ്പുറം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ നമുക്ക് സുലഭമായിട്ട് എല്ലാ രാത്രികാലങ്ങളിലായിരുന്നാലും കൊച്ചുകുട്ടികളും എല്ലാവരും കളിച്ചും ചിരിച്ചും സമയം സ്പെൻഡ് ചെയ്യുന്നതെല്ലാം അവിടെ തന്നെയാണ്. അന്നൊക്കെ കൊച്ചുകുട്ടികളൊക്കെ എല്ലാവരും ഫുട്ബോൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, വോളിബോൾ എല്ലാം കളിക്കുന്നതെല്ലാം കടപ്പുറത്തിന്റെ ആ ഭാഗത്തൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കടപ്പുറം നമുക്ക് ഉണ്ടായിരുന്നു. വർഷത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്ന വേലികേറ്റം ഒഴിച്ചാൽ ബാക്കിയുള്ള മാസങ്ങളിലൊന്നും കടൽ അനധികൃതമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു സംവിധാനം അന്നില്ലായിരുന്നു. അപ്പൊ അന്ന് മത്സ്യത്തൊഴിലാളി കറക്റ്റായിട്ട് പ്രവചിക്കും, ഈ മാസങ്ങളിൽ കടൽ ഇങ്ങോട്ട് വരും, അടുത്ത മാസങ്ങളിൽ അങ്ങോട്ട് പോകും, ഈ മാസങ്ങളിൽ ഈ മീനുകൾ ഇങ്ങോട്ട് വരും, അടുത്ത മാസങ്ങളിൽ അങ്ങോട്ട് പോകും. അത് അന്നത്തെ ആ പ്രവചനത്തിനനുസൃതമായിട്ട് എല്ലാം തന്നെ നമുക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നു. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം 1, അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ 2, പിന്നെ നമ്മുടെ തീരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനുള്ള അത് രണ്ടും മെയിൻ കാരണമാണ്. കാലാവസ്ഥയിലുണ്ടായത് ന്യൂനമർദ്ദത്തിന്റെ കാരണം. പിന്നെ നമ്മൾ തൊട്ട് അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോൾ തമിഴ്നാട് തീരപ്രദേശമാണ്. അവിടെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവിടുത്തെ തീരം സംരക്ഷിക്കുന്നതിലേക്കായി പെട്ടെന്നൊരു പുലിമുട്ട് നിർമ്മാണമാണ് ആരംഭിച്ചത്. അപ്പൊ ആ പുലിമുട്ട് നിർമ്മാണം പെട്ടെന്ന് വന്നതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള പ്രദേശമായിട്ടുള്ള നമ്മുടെ കൊല്ലങ്കോട്, പരുത്തിയൂർ എന്ന് പറയുന്ന പൊഴിയൂർ പ്രദേശം പൂർണ്ണമായിട്ടും കടലിനകത്ത് ആയത്. ആ പുലിമുട്ട് നിർമ്മാണം വരുന്നതിന് മുന്നോടിയായിട്ട് ഇത്രയ്ക്കുള്ള തീരം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അത് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് തീരം നഷ്ടപ്പെടുകയും കടൽ ഇങ്ങോട്ട് കയറുകയും അതിനുശേഷം കടൽ ഒരിക്കൽ പോലും ഉൾവലിഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുമില്ല. കടൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് കാരണം പൂർണ്ണമായിട്ടും വീണ്ടും വീണ്ടും കടൽ ഇങ്ങോട്ട് ഈ ആക്രമണം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് ഒറ്റ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് നിലവിലെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഈ പൊഴിയൂർ തീരപ്രദേശത്തേക്ക് വേണ്ടി ഒരു ഫിഷിംഗ് ഹാർബർ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു 2 മാസം ഏകദേശം കഴിഞ്ഞ മാസമല്ല, ഈ മാസം 10-ാം തീയതി ഔദ്യോഗികമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി വന്ന് ഹാർബറിന്റെ 1ാം ഘട്ട നിർമ്മാണം അതിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ അത് വീണ്ടും അടിയന്തരമായി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്കത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഘട്ടഘട്ടമായി പൂർത്തിയാക്കി തരാമെന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടഘട്ടമായി ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തീരശോഷണം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പൊ അതിന് ഗവൺമെന്റാൽ കഴിയുന്ന രീതിക്കുള്ള നല്ല സഹായ സഹകരണങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സംവിധാനം പൂർണ്ണമായിട്ട് നടപ്പിലാക്കി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളെല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ് ഘട്ടഘട്ടമായി പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് നേടിയെടുത്ത് ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെച്ച് അതിന് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ളൊരു ഊർജ്ജം ഞങ്ങൾക്കൂടെ ഉണ്ടാവണം. പ്രദേശവാസികൾ നമുക്കും ഉണ്ടാവണം, ഗവൺമെന്റിനും ഉണ്ടാവണം. രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിച്ച് നമ്മുടെ തീരത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജനതയെ ഇവിടെ തന്നെ പുനരധി വസിപ്പിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. മറിച്ച് ഗവൺമെന്റ് മാത്രം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ നമ്മൾ നമ്മുടേതായിട്ടുള്ള ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല.
തീർച്ചയായിട്ടും നമ്മുടെ തീരപ്രദേശത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു തീരമുള്ള പ്രദേശം എന്ന് പറയുന്നത് ഈ പൊടിയൂർ പ്രദേശമാണ്. ആഴക്കടലാണ്. വലിയ തരത്തിലുള്ള അറ്റാക്ക് ഒന്നും ഒരിക്കലും ഇതിനു മുമ്പിലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവിടെ പുലിമുട്ട് നിർമ്മിച്ചതിന് മുമ്പിലൊരിക്കും അതിമനോഹരമായി കിടന്നിട്ടുള്ള തീരം തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പർമാരുടെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ തീരം വൃത്തിയാക്കുമായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു ബീച്ചാണ് നമുക്കുള്ളത്. ഗസ്റ്റുകൾക്ക് എപ്പോൾ വേണമെങ്കിലും സുരക്ഷിതമായിട്ട് ഏത് രാത്രി വേണമെങ്കിലും വന്ന് കയറി ഇറങ്ങി സ്വസ്ഥമായിട്ട് ഉറങ്ങി അവർ ഫാമിലിയോട് വന്ന് സന്തോഷമായിട്ട് പോകാൻ പറ്റുന്ന മറ്റെങ്ങും ഇല്ലാത്ത നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു ബീച്ചാണ് നമുക്കുള്ളത്. പക്ഷെ ആ ബീച്ചിനെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നല്ല രീതിക്കുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രദേശവാസികൾ അവരുടെ അത് പൂർണ്ണമായിട്ടും ഒരു നല്ലൊരു ബീച്ചായി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മത്സ്യമേഖല അല്ല നമ്മുടെ ജീവിത ഉപാധികളെ ബാധിക്കും എന്നുള്ള ഒരു ധാരണ അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ആശങ്ക അതിന്റെ ഭാഗമായിട്ടാണ് അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് അങ്ങോട്ട് അറിയിക്കാത്തത്. പക്ഷെ ഗവൺമെന്റ് എന്തും അവിടെ ചെയ്യാൻ വേണ്ടി ഒറ്റ കാലിൽ നിൽക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ നഷ്ടപരിഹാരമായിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനും ഗവൺമെന്റ് തയ്യാറായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണകൾ അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷെ സുരക്ഷിതമായിട്ട് അവർക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ഗസ്റ്റ് വേണമെങ്കിലും വന്ന് അന്തി ഉറങ്ങി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കടപ്പുറവും നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ 100% ഗ്യാരണ്ടിയാണ്. നമ്മുടെ ആൾക്കാർ അത്തരത്തിലുള്ള പ്രശ്നക്കാരൊന്നുമല്ല. അവരും നല്ല രീതിക്ക് സഹകരിച്ച് പോകുന്നതാണ്.